വിഷു. അപ്പോൾ ഇന്ന് വിഷു ആയിട്ട് ഞാനുള്ളത് നമ്മുടെ തലശ്ശേരിയിലുള്ള മഹാറാണി ജ്വല്ലേഴ്സിലാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ വിഷു ആയിട്ട് ഞാൻ ഒരു ഓർണമെൻറ്റും ഇടാതെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല, ഞാൻ ഇന്നിവിടെ വന്നത് തന്നെ എൻ്റെ ഈ സെറ്റ് സാരിക്ക് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള കുറച്ച് ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈഡ് റേഞ്ച് ഓഫ് ട്രഡീഷണൽ ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷനുള്ളൊരു ജ്വല്ലറിയാണ് കല്ലറിക്കൽ മഹാറാണി. അതിപ്പോൾ ആൻറ്റിക് ആവട്ടെ, ചെറ്റ്നാടാവട്ടെ, നമ്മുടെ കേരള ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ആവട്ടെ, ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ തന്നെ നമ്മുടെ കല്ലറിക്കൽസ് മഹാറാണീസിൻ്റെ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്കതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഹലോ ശ്യാമേട്ടാ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്തൊക്കെയുണ്ട് വിഷുവായിട്ട്? വിഷുവായിട്ട് ഇതേ കുറച്ച് നമ്മുടെ സെലക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യായിരുന്നു. പിന്നെ സെറ്റ് സാരി എടുത്തിട്ട് വിഷു ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ആവട്ടെ എന്ന് ഓർണമെന്റ്സ് ഒന്നും ഇട്ടില്ല. ഞാൻ സാധാരണ ഇവിടെ വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇടാറുള്ളതാണ്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇവർക്കൂടെ ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്കൂടെ മനസ്സിലാവുമല്ലോ, സെറ്റ് സാരിക്ക് സ്യൂട്ട് ആവുന്ന കുറച്ച് ട്രഡീഷണൽ ഓർണമെന്റ്സ് നമുക്ക് ഇട്ട് ഒന്ന് പെയർ ചെയ്ത് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചിലരുടെ നമ്മുടെ കുറച്ച് ട്രഡീഷണൽ ഓർണമെന്റ്സ് ഒക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെന്താ അതിന് കാശിമാലുണ്ട്, പാലക്കുണ്ട്, പിന്നെ നമുക്ക് നഗാസിന്റെ മോഡൽ ഉണ്ട്. അതല്ലാതെ ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു ചെട്ടിനാടിന്റെ ഒരു മോഡൽ വന്നിട്ടുണ്ട്. ഇതാണോ സ്റ്റിഫായിട്ട് നിൽക്കുന്നത് അല്ലേ? വെറൈറ്റി ഒന്ന് ഇട്ട് നോക്കി ട്രൈ ചെയ്ത് നോക്കാം. അതെ, ഞാൻ എന്തായാലും ഈ ത്രൂ ഔട്ട് എപ്പിസോഡിലും ഒന്നും ഇടാതെ നിൽക്കണ്ട അല്ലേ? ചേരുന്നുണ്ടോ? കൊള്ളാമെങ്കിൽ കമന്റ്സ് ഇടണേ. പിന്നെ ഇത്രയും സിമ്പിൾ ആയിരിക്കുമ്പോ ഇങ്ങനത്തെ വർക്കാണ് ഏറ്റവും നല്ലത്. നമുക്കിപ്പം ഈ ഒരു വിഷുവിന് മാത്രം നമ്മളിങ്ങനെ ട്രഡീഷണൽ അട്ടർ ഏതിട്ടാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ് എന്നല്ലേ, ഏതൊരു കോസ്റ്റ്യൂം ആണെങ്കിലും ഇതൊക്കെ നല്ലൊരു മാച്ച് ആയിരിക്കും. നല്ല എലഗന്റ് ലുക്ക് തരുന്ന ഒരു എത്നിക് വെയർ പോലത്തെ കളക്ഷൻസ്. നമുക്ക് ബാക്കി ഇങ്ങനെ നോക്കാം. ഇത് ഞാൻ വന്നപ്പോഴേ നോട്ടമുള്ള ഐറ്റമാണ്. ഞാൻ അത് ചേട്ടൻ എനിക്ക് അതായിരിക്കും സെലക്ട് ചെയ്ത് തരിക. ചെട്ടിനാടിൽ തന്നെ പേള് പിന്നെ ഗോൾഡ് മിക്സ് ആയിട്ട് അത് ചോക്കർ ടൈപ്പിൽ വരാം. പിന്നെ താഴേക്ക് ഇറക്കണമെങ്കിൽ അങ്ങനെ ഇറക്കിടാം. ഇങ്ങനെ ഇറക്കിടാം അല്ലേ? അങ്ങനെ രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഓർത്തത് ചോക്കറായിട്ട് മാത്രമേ ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ. ഇത്ര ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് എത്ര പവൻ വരുന്നതെന്ന് അറിയോ? ഇത് 4 പവനിൽ വരും. 4 പവനിൽ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ചോക്കറാണിത്. കാരണം ആ ലോക്കറ്റിന് തന്നെ കുറച്ച് വെയിറ്റ് വരും. അതാണ് മെയിൻ ആയിട്ട് അതിൽ. പിന്നെ പാലക്ക എവർഗ്രീൻ ഡിസൈനിൽ വരുന്നതാണ് ടെസ്റ്റോണിന്റെ. ഇത് പിന്നെ പച്ചയും പച്ചയായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പച്ചേനേക്കാളും നമുക്കിത് കുറെ കളേഴ്സ് വരാറില്ലേ ഇതിനകത്ത്? ബ്ലൂ, റെഡ്. ഇപ്പൊ റെഡ് ഒക്കെ ഇതിന്റെ ഗ്രീൻ സാരിയുടെ ഒക്കെ കൂടെ റെഡ് ഇടുമ്പോ നല്ല കോൺട്രാസ്റ്റിംഗ് കളർ തോന്നുന്നു. ഇതന്നെ ഡബിൾ സൈഡ് വരുന്നുണ്ട് സ്റ്റോൺ. ഓക്കെ. ഇതിന്റെ വെയിറ്റ് ഒക്കെ നോർമലി എത്രയാ വരുന്നത്? ഇതൊക്കെ പല വെയിറ്റ് വരും. ഇപ്പൊ ചെറിയ ലോക്കറ്റ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 പവനിൽ നമുക്ക് പാലക്കാൻ മാലകൾ പിന്നെ അതിനനുസരിച്ച് സ്റ്റോൺ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെയാണ് വരിക. പിന്നെ നമുക്ക് വിഷു സ്പെഷ്യൽ ആയിട്ട് ഒരു നഗാസിന്റെ തന്നെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതായത് രാധാകൃഷ്ണ രാധാകൃഷ്ണയുടെ ഒരു മാല അല്ലേ? രാധാകൃഷ്ണ ഡിസൈൻ വരുന്ന ഒരു നഗാസിന്റെ വലിയ ലോക്കറ്റ്, പിന്നെ ബോളിന്റെ ചെയിൻ, അങ്ങനെ വരുന്ന ഒരു മാലയാണ്. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ അല്ലേ സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ ഒറ്റയ്ക്ക് ഇട്ടാലൊക്കെ ഭയങ്കര പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും നല്ല. എനിക്ക് പറയാനുള്ളത് നമ്മൾ ടെമ്പിൾ വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പിൾ കളക്ഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അങ്ങനെ തന്നെ കല്യാണങ്ങൾ അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇത് ബെറ്റർ ആയിരിക്കും. ഇതിന്റെ വെയിറ്റ് എത്ര വരുന്നത്? 32 grams. അതെ 4 പവൻ. ഇതും നല്ല രസമുണ്ട് അല്ലേ? ഈ ഗ്രീനിന്റെ കൂടെ ഒന്നാമത് നമ്മുടെ സെറ്റ് സാരി കോൺട്രാസ്റ്റ് കളർ വരുമ്പോ തന്നെ നല്ല രസമായിരിക്കും ഓർണമെന്റ്സ്. ഇപ്പൊ ഡ്രസ്സിംഗ് മാച്ച് ആണെങ്കിലും പക്കയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്. ഇതിന്റെ കൂടുതൽ എനിക്ക് തോന്നുന്നു പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലോങ്. അത് ഇത് തന്നപ്പോഴാണ് ഞാൻ ഒരെണ്ണം കൂടെ കണ്ടത്. ഇതാ യു ടൈപ്പില് റൂബി എമറാൾഡ് സ്റ്റോണിന്റെ ഡിസൈൻ വേണം. നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ ആക്ച്വലി നല്ലൊരു ക്ലോസ് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ മാനിക്യൂറിൽ ഇട്ട് കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് വെഡിങ്ങിന് പെർഫെക്റ്റ് ആണ്. ഇതും ആ 2 മാലയും കൂടി ഇട്ടാൽ നിറയും. നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഇല്ല. നല്ല ഇതാകുമ്പോഴൊരു 4 5 പവൻ 6 പവൻ ആ റേഞ്ചിൽ തന്നെ വരുള്ളൂ. 5 പവൻ 6 പവൻ റേഞ്ചിൽ വരുന്ന ഒരു ലോങ് മാലയാണ് ഈ ഒരു മാല. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു എമറാൾഡും റൂബിയും സ്റ്റോൺസ് ആണ് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇപ്പൊ വിഷു സ്പെഷ്യൽ ആയതുകൊണ്ട് മാത്രം ഒരു ചെയിനും ഒരു ലോക്കറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ കൃഷ്ണന്റെ നല്ല കുഞ്ഞികൃഷ്ണന്റെ ലോക്കറ്റ് ഉണ്ട്. അപ്പൊ കുഞ്ഞികൃഷ്ണന് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വാങ്ങിച്ചിടാൻ പറ്റുന്ന നല്ലൊരു ക്യൂട്ട്, ശരിക്കും ക്യൂട്ട് ആയിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ട് ലോക്കറ്റ്. ഒരു 2 ഗ്രാമിലാണ് അല്ലേ? 2 ഗ്രാം കാപ്പവൻ. അല്പം വരുന്ന. നല്ല രസമുണ്ട്.
ഇതൊന്നും അല്ല, ഇതിലും ഒരുപാട് ഇനിയുണ്ട് ഇനിയുണ്ട്. ഒരുപാട് കളക്ഷൻസ് നമ്മുടെ സമയപരിമിതി കൊണ്ട് കുറച്ചതാണ് അല്ലേ. അതെ അതെ അതെ. അപ്പൊ ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഷോറൂമിൽ നിങ്ങൾ എല്ലാവരും വരും. നമ്മുടെ ഷോറൂമിൽ, തലശ്ശേരി ഷോറൂമിൽ വന്ന് നമുക്കിത് ശ്യാമേട്ടനെ കാണാൻ പറ്റും. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ എൻക്വയറി ഉണ്ടെങ്കിൽ ചേട്ടനോട് തന്നെ ചോദിച്ചാൽ മതി അല്ലേ. അന്വേഷിച്ചാലും മതി. അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവരിവിടെ നിന്ന് നമുക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ട്. അപ്പം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു വിഷു ആശംസിച്ച് നമുക്ക് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഏവർക്കും കല്ലറിക്കൽ മഹാറാണിയുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.